ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ആവോലി പൊള്ളിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം ആവോലി മീൻ കഴുകി വൃത്തിയാക്കി ഇതേപോലെ വരയിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ വിനീഗർ 1 ടേബിൾ സ്പൂൺ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. അതായത് നല്ലോണം മസാല പിടിക്കുന്ന രീതിയിൽ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ മസാല തേച്ച് വെച്ച ആവോലി കഷ്ണങ്ങൾ രണ്ടും ഇട്ട് കൊടുക്കണം. ഒരു ഭാഗമായതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇത് രണ്ടും ഫ്രൈ ചെയ്തായി വന്നോളും. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനാദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് 2 എണ്ണം നടുവിൽ കീറിയതാക്കി ഇട്ട് കൊടുക്കുക. കറിവേപ്പില 1 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാണ്. ഇതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് വരുന്നതാണ്. ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സാക്കിയെടുത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കണം. അങ്ങനെ ഉള്ളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് 2 ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തക്കാളി ഒന്ന് വഴണ്ട് വരണം. തക്കാളി വഴണ്ട് വന്നാൽ അതിലേക്ക് പൊടികളായ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 പിഞ്ച് എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഉപ്പില്ലെങ്കിൽ ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുരുമുളക് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് കുരുമുളകിൻ്റെ അളവ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഞാൻ മുളക് പൊടിയേക്കാൾ ഇതിലേക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുരുമുളകാണ് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പുളിയുടെ കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് നാരങ്ങ നീര് ഇറ്റിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വാഴൻ്റെല വാട്ടിയെടുത്ത് നേരത്തെ തയ്യാറാക്കിയ മസാല ആദ്യം തേച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ നേരത്തെ പൊരിച്ച് വെച്ച ആവോലി കഷ്ണം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ബാക്കി വന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് 2 ഭാഗവും പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പൊതിഞ്ഞ വാഴൻ്റെല അതിലേക്കിട്ട് കൊടുത്ത് 2 ഭാഗവും വേവിച്ചെടുത്താൽ നമ്മുടെ ആവോലി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കുക.
അങ്ങനെ നമ്മുടെ ആവോലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.